ഞാൻ കഴിഞ്ഞ വർഷം പുണ്യ റസൂലിൻ്റെ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോണ് വന്നു കോഴിക്കോട് നിന്ന്. ഒരു പുസ്തകം എഴുതിയ ആള് ഒരു യൂറോപ്യനാണ്. അദ്ദേഹം കോഴിക്കോട്ട് വരുന്നുണ്ട്. ആ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതാണ്, അതിലൊന്ന് പങ്കെടുക്കണം. അദ്ദേഹം ഇവിടെ കോഴിക്കോട്ടൊന്നും വരുന്ന തീരെ പ്രതീക്ഷിക്കപ്പെടാത്ത മില്യൺ കണക്കിന് ആളുകൾ വായിച്ചൊരു പുസ്തകം ഇക്കിക്കായ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്കിക്കായ്. ജപ്പാനിലെ ഒരു സ്ഥലത്ത് എല്ലാ മനുഷ്യന്മാർക്കും 100 വയസ്സിലേറെയാണ് ആയുസ്. അതിൻ്റെ കാരണം പഠിച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. ഇദ്ദേഹം കോഴിക്കോട്ട് വരാമെന്ന് കേട്ടപ്പോൾ ഞാൻ വലിയ ആവേശപ്പെട്ടു. അത് എഴുതിയ ആളെ കാണാം, ആ സദസ്സിൽ പങ്കെടുക്കാം, അവിടെ 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ഷണം. എനിക്ക് സമയം വന്ന സമയത്ത്, ആ വിളി വന്ന നേരത്ത് ഞാൻ റോട്ടിലിറങ്ങിയ ഒരു നിലക്കും കോഴിക്കോട്ട് എത്തൂല, കോട്ടക്കുന്ന് തീരെ സമയമില്ല. പക്ഷെ റസൂലുള്ളാഹിൻ്റെ സദസ്സിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ചുറ്റുവട്ടത്തും റസൂലുള്ളാഹിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സലാത്ത് ഇങ്ങനെ മുഴങ്ങുമല്ലോ. നമ്മൾ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ തുടങ്ങി അത് സലാത്തിൻ്റെ ഒരു അലകടലാവുമല്ലോ, ആകണമല്ലോ. അവിടുന്നാണ് ഇറങ്ങണത്. കുട്ടികളോട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നമ്മൾ പോയാൽ എത്തൂല, അത് കൃത്യത്തിന് നടക്കുന്ന സദസ്സാണ്. നമ്മൾ പറഞ്ഞു പോയി നോക്കുക. റോട്ടും ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ അന്നോളം കാണാത്ത വിധം കോട്ടക്കൽ തൊട്ട് കോഴിക്കോട് വരെ റോഡ് തുറന്നു കിടന്നു, ഒരു തടസ്സവും കണ്ടില്ല. ഞാനവിടെ എത്തുന്നു, ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ ആ സമയത്ത് ആദ്യം തന്നെ എത്തി. എന്നെ ഒരു സ്റ്റേജിലിരുത്തി 2 വാക്ക് പറയാൻ ക്ഷണിച്ചു. ഞാൻ സംസാരിച്ചു. എന്താ ഈ പുസ്തകത്തിൽ പറയണമെന്ന് അറിയങ്ങൾ, അതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ മനുഷ്യന്മാർക്കൊക്കെ 100 ചില്ലാൻ വയസ്സാണ് ആയുസ്. അതിൻ്റെ കാരണങ്ങൾ പറയണം. അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഈ സദസ്സിന്. വയറിൻ്റെ 1/3 ആഹാരം കഴിക്കാവൂ. ഒരു നിർദ്ദേശം, വയറിൽ ആമാശയത്തിൽ വിശപ്പ് ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങണം. ഇതൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഈ പുസ്തകം ഞാൻ നേരത്തെ വായിച്ചതാണ്. ഈ പുസ്തകം ലോകത്ത് വളരെ പ്രസിദ്ധമായിട്ട് മിക്ക ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, അല്ലയോ മിസ്റ്റർ ഫ്രാൻസിസ്, നിങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും പുണ്യ റസൂൽ തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് സൂക്ഷ്മമായിട്ട് പറഞ്ഞ കാര്യമാണ്. 1/3 ആഹാരിക്കല്, വിശപ്പ് വരുമ്പോൾ ആഹാരം കഴിക്കൽ, വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഇതാണ് ലോകം തിരുനബിയുടെ സുന്നത്തിലേക്കുള്ള മടക്കം. അത് എല്ലാ മേഖലകളിലേക്കുള്ള മടക്കമാണ്.